So all the best, both of you. Shall we start? Yes, Thank you, ma'am. ma'am. Thank you. Yes, Hasina ma'am. Okay, തുടങ്ങാം അല്ലേ? Yes. Warm good evening to all of you. Am I audible? Yes. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? Yes, yes. Okay, okay. First, let me introduce myself, okay? ഞാൻ ഹസീന, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് എൻ്റെ സ്ഥലം. ഞാൻ BSc നഴ്സിംഗിലാണ് ഡിഗ്രി ചെയ്തത് ആൻഡ് മാസ്റ്റേഴ്സ് ചെയ്തത് കൗൺസിലിംഗ് സൈക്കോളജിയിലാണ്. കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസർ ആയിട്ടാണ്. അതോടുകൂടി തന്നെ ഞാൻ കൗൺസിലിംഗും കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 23rd ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. നാം ഇപ്പോഴുള്ളത് നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ്. ഓക്കെ, പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയവരാണ് ഇതിൽ സെഷൻസ് ലീഡ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളെ മെച്ചപ്പെടുത്താനും അതിലൂടെ നമുക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം ഉയർത്താനും നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നമ്മെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന ഒരു ടീം വർക്ക് ഇതിൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ടീം വർക്കിനെ മെച്ചപ്പെടുത്താനും അതിലൂടെ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എല്ലാം നമുക്ക് കഴിയുന്നു. അതേപോലെ തന്നെ നമ്മുടെ അറിവുകളും കഴിവുകളും കാലത്തിനനുസരിച്ച് വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന മാർഗം കൂടിയാണ് നമ്മുടെ ഈ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ വിംബിൾ അക്കാഡമിയിലെ ഫൈസൽ സാറിനെ അർച്ചന മാമിനെയും ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. എന്താന്ന് വെച്ചാല് നമ്മളെ വിംബിൾ അക്കാഡമിയിൽ നമ്മൾ ജോയിൻ ചെയ്ത അന്ന് മുതൽ നമ്മൾ അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഇറ്റ് സെൽഫ് നമ്മുടെ മാമും സാറും തരുന്ന ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി, ഇൻസ്പിരേഷൻ, ഇതെല്ലാം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ല അത്? നമുക്കത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അവർ ആ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നതും നമുക്ക് തരുന്ന ഒരു ഇൻസ്പിരേഷനും ആ ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് ആ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അതൊക്കെ ഭയങ്കര വലുതാണ്. നമ്മൾ എവിടെയാണോ നമ്മൾ എയിം ചെയ്തത്, പക്ഷെ ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ എയിം ചെയ്തത് എന്ന് പറഞ്ഞാൽ വളരെയധികം ചെറുത്. എന്നിൽ എന്താണോ കുറവുകൾ ഉള്ളത് അത് പരിഹരിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്തത്. പക്ഷെ അതല്ല, എനിക്ക് അതിനേക്കാളും പറ്റും, എന്നെ കൊണ്ട് അതിനേക്കാളും കഴിയും എന്ന് ചിന്തിപ്പിക്കാൻ ശ്രമിച്ചത് തന്നെ നമ്മുടെ ഈ ഒരു വിംബിൾ അക്കാഡമിയിലെ കോഴ്സും അതുപോലെ തന്നെ എസ്പെഷ്യലി ഫൈസൽ സാറിന്റെ. സോറി, എന്തേലും പറയുന്നുണ്ടോ? ബൈ മിസ്റ്റേക്ക് ഓൺ ആയിട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ അവര് തരുന്ന ആ ഒരു എനർജി, ഇൻസ്പിറേഷൻ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കൂടുതൽ നമുക്ക് ഇതല്ല ഇതിനേക്കാളും കൂടുതൽ നമുക്ക് പറ്റുമെന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാമിനും ഫൈസൽ സാറിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഈ അവസരത്തിൽ പറയാണ്. അതേപോലെ തന്നെ ഈ സമയത്ത് ഞാൻ നമ്മുടെ 22nd ബാച്ചിൽ സീന മാമിനെ എല്ലാവർക്കും അറിയില്ലേ? സീന മാം ആണ് എന്നെ ഈ ഒരു വിംബിൾ അക്കാഡമിയെ കുറിച്ച് ഞാനിങ്ങനെ ജസ്റ്റ് ചോദിച്ചപ്പോൾ സീന മാം ആണ് ഇതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, നീ ഇതിലോട്ട് ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ തന്നതും ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നതൊക്കെ സീന മാം ആണ്. അതിനുശേഷമാണ് ഞാൻ ഒരു നെക്സ്റ്റ് 23rd ബാച്ചിലോട്ട് തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തതും ഇതിലോട്ട് ജോയിൻ ചെയ്തതെല്ലാം. അപ്പൊ ഈ സമയത്ത് ഞാൻ സീന മാം ഇന്ന് നമ്മളെ ഇതിലുണ്ടോന്ന് എനിക്ക് അറിയില്ല, വന്നിട്ടുണ്ടോന്ന്. സീന മാമിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ഞാൻ ഈ അവസരത്തില്. പിന്നെ നമ്മള് ഈ കോഴ്സിലോട്ട് വരുമ്പോ എന്താണോ നമ്മൾ എയിം ചെയ്തത് അതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടും. ഓരോരുത്തർക്കും നമ്മൾ അതിന് ഏബിൾ ആണ് എന്ന് എനിക്ക് ഉറപ്പായിട്ടും ഓരോരോ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ സെയിം തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് നമ്മുടെ സെഷൻ ലീഡ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ചന്ദ്ര മാം ആണ്. ചന്ദ്ര മാം 22nd ബാച്ചിലെ ട്രെയിനർ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ ആളാണ് ചന്ദ്ര മാം. മാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MCom, LLB, B.Ed ആൻഡ് സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കൗൺസിലിംഗ് കോഴ്സ്. അതേപോലെ മാമിന്റെ എക്സ്പീരിയൻസ് ടീച്ചിങ്ങും അതുപോലെ തന്നെ മാം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. ഷി വർക്ക്ഡ് ആസ് എ ലെക്ചറർ ഇൻ പ്രയാഗ കോളേജ്, ലീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് മേഴ്സി കോളേജ്, പാലക്കാട്. ആൻഡ് മാം ഇപ്പോൾ BSNL ഒരു പാനൽ അഡ്വക്കേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
ആൻഡ് ഓൾസോ മാം അസാപ്പിൽ ഒരു ട്രെയിനർ കൂടിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം. ടീച്ചിങ് ആണ് മാമിന്റെ പാഷൻ എന്ന് പറയുന്നത്, ടീച്ചിങ് ആണ്. ഇനി മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഷീൽഡിങ് യുവർ പീസ് എന്നാണ്. ഷീൽഡിങ് യുവർ പീസ് എന്ന് പറയുന്നത് മാം അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയും. മാം അത് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. എന്നാലും നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ? നമുക്കൊന്നിനും ടൈം ഇല്ലാത്ത ഒരു സമയത്ത് ഷീൽഡിങ് യുവർ പീസ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ മാം കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയും. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. മാമിന്റെ ടോപ്പിക് വളരെ നല്ലൊരു ടോപ്പിക് ആയിട്ടാണ്, അതിന്റെ ഇമ്പോർട്ടന്റ് ഇന്നത്തെ ഒരു യുഗത്തിൽ അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. നമ്മളെല്ലാവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സമാധാനത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ കാലത്തുള്ള എനിക്ക് തോന്നി കേട്ടോ. പിന്നെ മാമിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് ചന്ദ്ര മാമിനെ വളരെയധികം സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഞാൻ ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ എന്താ പറയാ, എല്ലാ മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ച് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ സെഷനിലോട്ട് വളരെ ഇൻട്രസ്റ്റോടു കൂടി എല്ലാവരും കേൾക്കാൻ വന്നിരിക്കുന്നുണ്ടല്ലേ. അവരെയും ഞാൻ വളരെയധികം സ്നേഹത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. Once again, thank you to all. Thank you, Hasina ma'am, for your nice introduction. Ma'am പറഞ്ഞ already topic വന്നിട്ട് ഷീൽഡിങ് യുവർ പീസ്. ഈ ടോപ്പിക് കേൾക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. മിക്കവാറും ഇന്നിപ്പോ ഓൾറെഡി ഹസീന മാം പറഞ്ഞ മാതിരി നമ്മൾ ഡിജിറ്റൽ വേൾഡ് ആണ്, നമ്മൾ ഒരുപാട് ഡിസ്റ്റർബിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ രീതിയിൽ ആ ടോപ്പിക് ഹെഡിങ് കൊടുക്കാൻ കാരണം തന്നെ ഇതാണ്. ദാറ്റ് ഈസ് ഒരു കൺഫ്യൂഷൻ വരും, എന്തായിരിക്കും ഈ ടോപ്പിക് എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ടോപ്പിക്കിന്റെ ഹെഡിങ് അങ്ങനെ ഇട്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഈ ട്രെയിനിങ് കോഴ്സ് ജോയിൻ ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ ക്രെഡിറ്റ് പോകുന്നത് ഫൈസൽ സാറും അർച്ചന മാമാണ്. അവരൊരുപാട് സപ്പോർട്ട് ചെയ്ത് എന്നെ പുഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയണ എൻ്റെ ഒരു വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട്. താങ്ക് യു ഫൈസൽ സർ ആൻഡ് അർച്ചന മാം. I hope I'll be doing justice to the efforts you people put to groom me into a better trainer. I think I'll be doing justice to your efforts. So back to my topic. ഈ ടോപ്പിക് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ കുറെ ആലോചിച്ചു. നമ്മളുടെ അറൗണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ നേച്ചർ വന്നിട്ട് ടോക്സിക് ആണ്. പക്ഷെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിന്റെ മിക്കവാറും കാണുന്നത് നമ്മളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ. ഞാൻ ആ ടോപ്പിക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും, ഞാൻ ഈ ടോപ്പിക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ആയത് ഞാനൊരു വിക്ടിമാണ്. ഐ എം ഓൾസോ എ വിക്ടിം. ചില സമയത്ത് നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ടോപ്പിക് എടുക്കാൻ കാരണം നമ്മളുടെ ഇടയിൽ അൺനോയിങ്ലി വിക്ടിം ആവുന്നതിനേക്കാളും നമ്മൾ റിയലൈസ് ചെയ്തിട്ട് നമ്മളത് നേരിട്ടിട്ട് വി ഹാവ് ടു ഓവർകം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് കൂടുതൽ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ, എസ്പെഷ്യലി യങ് ഗേൾസ് ഇടയിൽ ഈ ടോക്സിക് ബിഹേവിയർ ഉള്ള ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു ഇന്റൻഷനും എൻ്റെ ഈ ടോപ്പിക്കിന്റെ പർപ്പസ് ആണ്. സോ ഇതിൽ കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എമോഷണൽ അവയർനെസ് ആണ്. വി നീഡ് ടു ബി എമോഷണലി വെരി മച്ച് അവെയർ ടു ഹാൻഡിൽ സച്ച് ടോക്സിക് പേഴ്സൺസ്. ആൻഡ് ഈ ടോപ്പിക്കിൽ നമ്മളുടെ ബൗണ്ടറീസ് എപ്പോഴും നമ്മളെ ബൗണ്ടറീസിന് വളരെ ക്ലിയർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അതിന്റെ പെനിട്രേറ്റ് ചെയ്യാൻ ഒരാളിനെയും നമ്മൾ അലൗ ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് പെർമിഷൻ നമ്മുടെ ബൗണ്ടറീസിന് പ്രത്യേകിച്ച് ഈ ടോക്സിക് പേഴ്സൺസിന് ക്രോസ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ബാലൻസ് ചെയ്തിട്ടും നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിന് കാത്തു സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഷീൽഡിങ് യുവർ പീസിന്റെ പേർപ്പസ്. നൗ ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസ് ആദ്യം ചോദിക്കുകയാണ്. അത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ഹൗ മെനി ഓഫ് യു ഹാവ് ഫെൽറ്റ് എമോഷണലി ഡ്രെയിൻഡ് ആഫ്റ്റർ ടോക്കിംഗ് ടു സമ്മൺ? ഓക്കെ, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരാളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക്
ശരിക്കും യു ഫീൽ ഡ്രെയിൻഡ് ഔട്ട്. എക്സാക്ട് മലയാളം വേർഡ് എനിക്ക് അറിയണില്ല. ദറ്റ് ഈസ് വി ഫീൽ എക്സോസ്റ്റഡ്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. Yes, ma'am. താങ്ക് യു അംബിക മാം, താങ്ക് യു അർച്ചന മാം. ഐ ഹാവ് ഓൾസോ ഫെൽറ്റ്. ഞാനും ചിലവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ക്ഷീണിച്ചു പോകും. സോ ഇറ്റ്സ് ഹാപ്പൻ ടു ഫ്യൂ ഓഫ് us. അതേ രീതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് പലപ്പോഴും ഹൗ മെനി ഹാവ് സ്റ്റേഡ് സൈലന്റ് ജസ്റ്റ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ്? ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ? യെസ്. അപ്പോ അർച്ചന മാം താങ്ക് യു, അംബിക മാം താങ്ക് യു, anyone else who has responded, thanks for that. Thing is, even this has happened to me also. Conflict avoid ചെയ്യാൻ വേണ്ടിയിട്ട് സൈലന്റ് ആയിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടാവും. Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് how many of us have felt it difficult to say no? നോ പറയാൻ പല സിറ്റുവേഷൻസില് നോന്ന് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ഉണ്ടായിട്ടുണ്ട് മാം. യെസ്. സോ താങ്ക് യു അർച്ചന മാം. ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആക്ച്വലി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ then ഈ ടോപ്പിക് is the right topic for getting involved and understanding what it is. എന്റെ ഈ ടോപ്പിക്കിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടോക്സിക് ബിഹേവിയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും, രണ്ടാമത്തെ ഉദ്ദേശം വന്നിട്ട് നമ്മൾ ഇംപെനിട്രബിൾ ബൗണ്ടറീസ് ഉണ്ടാക്കാൻ, അതിന്റെ ഉള്ളിൽ ആർക്കും കടക്കാൻ പറ്റാത്ത ഒരു ബൗണ്ടറി നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. മൂന്നാമത്തേത് വന്നിട്ട് നമുക്ക് ഈ മാസ്റ്റർ ദി ആർട്ട് ഓഫ് എമോഷണൽ സെൽഫ് ഡിഫെൻസ്, നമ്മളിനെ സെൽഫ് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമോഷണലി സ്ട്രോങ് ആയിട്ട് അതിനെ മാസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് എൻ്റെ ഈ ഷീൽഡിങ് യുവർ പീസിന്റെ ഉദ്ദേശം. നൗ അഗൈൻ ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ്. Have you ever felt emotionally tired after meeting someone? Like the first question, നമ്മൾ സംസാരിച്ചിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മീറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തിനാ ഇയാളെ കണ്ടുമുട്ടിയത് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ ചിലപ്പോ നമ്മൾ അങ്ങോട്ട് എസ്കേപ്പ് ആവും. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആയിട്ട് പലപ്പോഴും ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ടാവും. ഓക്കെ. അതേ രീതിയിൽ ഹാസ് someone ever made you doubt yourself repeatedly? ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരുടെ കൂടെ സംസാരിച്ചാലല്ലേ നമുക്ക് നമ്മളുടെ മീതെ തന്നെ സംശയം വരും, അവർ എബിലിറ്റിനെ കുറിച്ചിട്ട്, വാട്ട് വി ആർ, ഇങ്ങനത്തെ ഒരു ഫീലിങ്ങും വന്നിട്ടുണ്ടാവില്ലേ നമുക്ക്? നമ്മളുടെ ഐഡന്റിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോ ചില ആൾക്കാരനെ കണ്ടുമുട്ടിയാൽ ഫീൽ ചെയ്തിട്ടുണ്ടില്ലേ? യെസ് മാം. യെസ്. താങ്ക് യു മാം. ദെൻ ഇതൊക്കെ നോക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ഈ ടോക്സിക് പേഴ്സൺസ് ആരാണ്? ഈ ടോക്സിക് പേഴ്സൺസ് ആരാണെന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കിയാലും ഇത് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കില്ല മിക്കവാറും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ these strangers are not these toxic persons. അപ്പൊ ആരാണ് ഈ ടോക്സിക് പേഴ്സൺസിന് നോക്കിയപ്പോ മോസ്റ്റ്ലി they may be our colleagues. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെ ആയിരിക്കാം ഈ ടോക്സിക് പേഴ്സൺസ്. പിന്നെ കാണും റിലേറ്റീവ്സ്. നമ്മൾ ശരിക്കും ഒരുപാട് കേസ് സ്റ്റഡിയും കുറെ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വന്നിട്ട് റിലേറ്റീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എപ്പോഴും നടക്കുന്നവരായിരിക്കാം ഈ ടോക്സിക് പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരായിരിക്കും. പിന്നെ നമ്മൾ ഈ ടോക്സിക് പേഴ്സൺസ് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് റിവെഞ്ച് എടുക്കാനോ അതല്ല നമ്മളുടെ ഉദ്ദേശം. നമ്മൾ എന്താണ് ഈ ടോക്സിക് പേഴ്സൺസിനെ മനസ്സിലാക്കാൻ ഉള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്സിക് പേഴ്സൺസ് ആരാണ്, ഈ ടോക്സിക് പേഴ്സൺസ് നമ്മൾ എങ്ങനെ നേരിടണോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ടോക്സിക് പേഴ്സൺസിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? നെക്സ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടോക്സിക് ബിഹേവിയേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടോക്സിക് പേഴ്സൺസ് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് അവർക്ക്. പാറ്റേൺ പറയുമ്പോൾ തന്നെ എന്താണ്, ഇറ്റ് ബി കണ്ടിന്യൂസ് അല്ലെ? പാറ്റേൺ പറയുമ്പോൾ തന്നെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യും. അതായിരിക്കും ഈ ടോക്സിക് ബിഹേവിയറുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്.
അതിൽ വരുന്നത് എങ്ങനെയാ പറഞ്ഞാൽ അവര് ഡിസ്റെസ്പെക്ട് ആയിരിക്കും. നമ്മൾ കാണുന്നത് അവരുടെ ഭാഗത്തു നിന്ന് അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവര് കൂടുതൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും നമ്മളായിട്ട് പെരുമാറുന്നത്. സെക്കൻഡ് വന്നിട്ട് അവരെപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാം. ഏതൊരു കാര്യത്തിനും അവര് മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ഈ ടോക്സിക് ബിഹേവിയർ പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്കിന് അവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. പല രീതിയിൽ നമ്മളുടെ അവര് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ അവർ കാണിക്കും. നമ്മൾ അറിയാതെ അവരുടെ കൺട്രോളിൽ നമ്മൾ ആയി പോവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ടോക്സിക് പേഴ്സൺസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. പിന്നെ അവരുടെ ക്രിറ്റിസിസം ഒക്കെ എന്തറിയോ ഫെയർ ക്രിറ്റിസിസം ആയിരിക്കില്ല. അവരുടെ ക്രിറ്റിസിസംസ് ഒക്കെ അവർ നമ്മളിനെ നല്ല ഉദ്ദേശം കൊണ്ടല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് തന്നെ ഒരു അൺഫെയർലി ക്രിറ്റിസിസം ആയിരിക്കും. അതിലൊക്കെയാണ് നമ്മൾ തളർന്നു പോവുക, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാവുക. സോ ദിസ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ നമ്മൾ ഈ ടോക്സിക് ബിഹേവിയർ പേഴ്സൺസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അവസാനം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് നമ്മളുടെ എമോഷണൽ എനർജി മൊത്തം ഡ്രെയിൻ ഔട്ട് ആവും. സോ ഇതിൽ ഈ മാതിരി എന്തെങ്കിലും നമ്മൾ അനുഭവിച്ചാൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ടോക്സിക് ബിഹേവിയർ ആയിട്ട് ഒരു പേഴ്സൺ ആണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് there are some common types of toxic behaviors. അതിൽ കുറച്ച് ടൈം സ്ട്രിഞ്ചൻസി ഉള്ളത് കൊണ്ട് ഐ ഹാവ് സെലക്ടഡ് ഒരു 5 ടോക്സിക് ബിഹേവിയേഴ്സ് ആൻഡ് അതിനെ ഞാൻ ഹൈലൈറ്റും എക്സാമ്പിൾസ് ആയിട്ടും പറയാം. അല്ല, ഫസ്റ്റ് ടൈപ്പ് വന്നിട്ട് കോൺസ്റ്റന്റ് ക്രിട്ടിക് ആണ്. എന്താണ് ഈ കോൺസ്റ്റന്റ് ക്രിട്ടിക്കിന്റെ അർത്ഥം? അവർ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുണ്ടെങ്കിലും ഒന്നും അപ്രിസിയേഷനേ ഉണ്ടാവില്ല. പിന്നെ ജെന്യുവൻ, ഓൾറെഡി ഞാൻ പറഞ്ഞ മാതിരി ജെന്യുവൻ ക്രിറ്റിസിസം അല്ല, അവരെന്തോ നമ്മളെ ഹേർട്ട് ചെയ്യാൻ, നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ, നമ്മുടെ സെൽഫ് റെസ്പെക്ടിനെ ഹാം ചെയ്യുന്ന രീതിയിലായിരിക്കും അവര്. ഫോർ എക്സാമ്പിൾ, യു നെവർ ഡു എനിത്തിങ് പ്രോപ്പർലി. എന്ത് നമ്മൾ നല്ല രീതിയിൽ ചെയ്താലും അവര് പറയുന്നത് എന്താണ്? ഒന്നും നിനക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ, എന്നും നേരെ ചെയ്യില്ല അല്ലേ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മള് ശരിക്കും അന്തം പെടും. എന്താണ്, ഞാൻ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം പ്രോപ്പർലി ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇതാണ് അവരെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒരു ടൈപ്പ് ഓഫ് ടോക്സിക് ബിഹേവിയറുടെ ക്യാരക്ടറിസ്റ്റിക്. പിന്നെ വരുന്നത് മാനിപ്പുലേറ്റർ ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ടോക്സിക് ബിഹേവിയർ ഇസ് ദേ മാനിപ്പുലേറ്റ് തിങ്സ്. ഈ മാനിപ്പുലേറ്റർ എന്താണ് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ എല്ലാവരും പല കാര്യങ്ങൾ ചെയ്യും. അതിൽ ആഫ്റ്റർ ഓൾ ഹാവ് ഡൺ ഫോർ യു, ദിസ് ഈസ് ഹൗ യു ട്രീറ്റ് മീ. അതൊരു വേ ഓഫ് സെയിങ്. അവരെന്താണ് പറയുന്നത്? അവര് നമുക്ക് എന്തൊക്കെയോ ചെയ്തു, അവര് നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെയാണോ എൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ ഒരു സെന്റൻസ്. ശരിക്കും നമ്മൾ ആ ഒരു അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടാവില്ല നമ്മുടെ ഭാഗത്തുനിന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ചെയ്തത് തെറ്റാണോ, നമ്മൾ എന്താണ് ചെയ്തത്, ഈ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലേക്ക് പോകാം. ഇവരാണ് മാനിപ്പുലേറ്റേഴ്സ്. നല്ലത് ചെയ്താൽ അവര് തിരിച്ചിട്ട് നമ്മൾ ചെയ്തത് തെറ്റെന്നുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യും. പിന്നെ ഒരു മൂന്നാമത്തെ പേഴ്സൺ വന്നിട്ട് ദ ഗ്യാസ് ലൈറ്റർ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പേഴ്സൺ ബിഹേവിയർ ആണ്. ഇവരെന്താ ചെയ്യും പറഞ്ഞാൽ, ഈ ഗ്യാസ് ലൈറ്ററുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണ് പറഞ്ഞാൽ, നമ്മളുടെ റിയാലിറ്റി, നമുക്കൊരു ഇൻഡിവിജ്വൽ റിയാലിറ്റി ഉണ്ടാവും, അതേ രീതിയിൽ നമ്മളുടെ ആയിട്ട് ഒരു മെമ്മറി ഉണ്ടാവും. ഇതിനൊക്കെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവരുടെ വിക്ടിം എന്തായിരിക്കും പറഞ്ഞാൽ സെൽഫ് ഡൗട്ടിങ് വരും. ഞാൻ പറഞ്ഞത് ശരിയാണോ, ഞാൻ ഇങ്ങനെയല്ലേ മനസ്സിലാക്കിയത്, ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്റെ മെമ്മറി തന്നെ ഞാൻ ഡൗട്ട് ചെയ്യും, എന്റെ എമോഷൻസിനെ ഞാൻ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. ആ രീതിയിലായിരിക്കും അവര് സംസാരിക്കുന്നത്. നമ്മൾ തന്നെ സെൽഫ് ഡൗട്ടിങ് രീതിയിലേക്ക് നമ്മളെ എത്തിക്കും. അവസാനം എന്തായിരിക്കും, വിത്ത് പാസേജ് ഓഫ് ടൈം നമ്മൾ അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ 0 ലെവലിലേക്ക് ആക്കി അവര് നമ്മളെ ഒന്നും അല്ലാതെ ആക്കണ ഒരു ക്യാരക്ടറാണ് ഈ ഗ്യാസ് ലൈറ്ററുടെ ഒരു പ്രത്യേകത. ദെൻ അവരെങ്ങനെ നമ്മുടെ അടുത്ത് സെന്റൻസസ് പറയാ പറഞ്ഞാൽ, നിങ്ങളെല്ലാം ആലോചിച്ചിട്ടാണ്, നിങ്ങളെല്ലാം ഇമാജിൻ ചെയ്യാണ്,
പിന്നെ അതേ രീതിയിൽ അവർ യൂസ് ചെയ്യുന്ന സെന്റൻസ് വന്നിട്ട് നിങ്ങൾ ഒരുപാട് സെൻസിറ്റീവ് ആണ് കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം പറയും, അവര് പറഞ്ഞതിനെ നമ്മൾ സങ്കടപ്പെട്ടു വെച്ചോളൂ, അപ്പൊ അവരെന്താ പറയും, നിങ്ങൾ ഒരുപാട് സെൻസിറ്റീവ് ആണ്. സോ ഈ രീതിയിലെ സെന്റൻസ് സത്യത്തിൽ അങ്ങനെയല്ല, നമ്മുടെ ഒരു റിയൽ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും നമ്മൾ കാണിച്ചിട്ടുള്ളത്, പക്ഷെ അവര് നമ്മളുടെ സെൽഫ് ഡൗട്ടിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ ഒരു നാലാമത്തെ ഈ ടോക്സിക് ബിഹേവിയറുടെ ഒരു ക്യാരക്ടർ ദ നെഗറ്റീവ് പേഴ്സണാലിറ്റി. നാലാമത്തെ ക്യാരക്ടർ വന്ന് നെഗറ്റീവ് പേഴ്സണാലിറ്റി. ഇവരുടെ സ്വഭാവം എങ്ങനെ പറഞ്ഞാൽ എന്തും കംപ്ലൈന്റ് ആണ്. ഏത് എടുത്താലും അവരുടെ രീതിയിൽ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ല ടീച്ചിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് അവിടുത്തെ ആൾക്കാരൊന്നും നല്ല ആൾക്കാരല്ല, ഈ രീതിയിൽ അവിടെ മെഷീൻ കേടാണ്, എന്തും ഇങ്ങനെ ഒരു കംപ്ലൈന്റ്സേ പറയുള്ളൂ, ഏതിനും സൊല്യൂഷൻ ഇല്ല. സോ അവരുടെ രീതി എങ്ങനെയാ പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടാണ് എല്ലാത്തിനും പറഞ്ഞുകൊണ്ടിരിക്കും. സോ അവരുടെ കംപ്ലൈനിങ് ക്യാരക്ടറിസ്റ്റിക് ആണ് കൂടുതൽ. സോ ഇവരും എന്താണ് നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ അവര് ചാലഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലാണ്. പിന്നെ ലാസ്റ്റ് വൺ ഞാൻ എടുത്തിരിക്കുന്നത് ദ കൺട്രോളർ ആണ്. എന്താണ് ദ കൺട്രോൾ? ഇത് കോമൺ ആണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ കാണും, നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാലും നമ്മൾ പറഞ്ഞത് തെറ്റും അത് ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മളിനെ അവർ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറും. ഇങ്ങനത്തെ ഒരു ടോക്സിക് പേഴ്സണാലിറ്റിയും ഉണ്ട്. ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് നമ്മളെ കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അവര് കൺട്രോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് ഡ്രസ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് അവര് പറയുന്നതിനനുസരിച്ച് നമ്മൾ മാറിപ്പോവും. ഈ രീതിയിലുള്ള ടോക്സിക് ബിഹേവിയർ പേഴ്സണെയാണ് കൺട്രോളർ എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് നമ്മള് ഇപ്പൊ ആലോചിക്കേണ്ടത് ഈ മാതിരി പേഴ്സൺസ് ഏറ്റവും കൂടുതൽ വർക്ക് പ്ലേസിലാണോ, അല്ലെങ്കിൽ വീട്ടിലാണോ, അല്ലെങ്കിൽ ഫാമിലീസിലാണോ നമ്മൾ കൂടുതൽ കാണണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവര് സ്പ്രെഡ് ഓൾ ഓവർ. വർക്ക് പ്ലേസിലും ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും, ഈ 5 ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരും ഉണ്ടാവും, വീട്ടിലും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വൈ ഡു വി ടോളറേറ്റ് ടോക്സിക് ബിഹേവിയർ. ഇല്ലേ, നമ്മൾ എല്ലാവരും ഇപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ആയിട്ടുണ്ട് ദാറ്റ് നമ്മളും ഈ ടോക്സിക് ബിഹേവിയറുടെ ഇടയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത്. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ടോക്സിക് ബിഹേവിയറിനെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നോ. ഫസ്റ്റ് തിങ് വന്നിട്ട് ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്, അല്ലേ? എന്താണ് ഇപ്പൊ ഈ ടോക്സിക് ബിഹേവിയർ പേഴ്സണിനെ നമ്മൾ നേരിടുമ്പോ അവര് പറയണതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടില്ലല്ലോ, നമുക്ക് ശരിയും തോന്നില്ല. അപ്പൊ എന്തായിരിക്കും, നമ്മൾ അവരുടെ കൂടെ മിക്കവാറും അത് കോൺഫ്ലിക്റ്റിലേക്ക് പോകും, അടികൂടാനായിരിക്കും. ഇഫ് വി സ്റ്റാർട്ട് നമ്മൾ റെസ്പോണ്ട് അല്ല ചെയ്യുക, ഈ ടോക്സിക് ബിഹേവിയർ ആൾക്കാരായിട്ട് എപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യുക. ബിക്കോസ് അവരുടെ വേ ഓഫ് സ്പീക്കിംഗ്, അവരുടെ വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്തായിരിക്കും, നമ്മളെ റെസ്പോണ്ട് ചെയ്യിപ്പിക്കുന്ന ടെൻഡൻസി അല്ല, നമ്മളെ എമോഷണൽ ആക്കിയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് പലരും നമ്മളുടെ ഇടയിൽ എന്തിനാ തർക്കിക്കാൻ നിൽക്കണ്, കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, നമ്മൾ ഫിയർ ഓഫ് കോൺഫ്ലിക്ട് കാരണം നമ്മൾ അവിടെ ഇവരിനെ ടോളറേറ്റ് ചെയ്യുന്നതായിരിക്കും മിക്കവാറും കാണാം. പിന്നെ നെക്സ്റ്റ് ഒരു റീസൺ ഈ ടോളറേറ്റ് ചെയ്യാൻ കാരണം എന്താ പറഞ്ഞാൽ എമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. എന്താണ് എമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ മാതിരി ടോക്സിക് ബിഹേവിയർ പേഴ്സൺസ് എങ്ങനെ ഹസ്ബൻഡ് വൈഫ് തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് തമ്മിൽ, റിലേറ്റീവ്സിന്റെ ഇടയിൽ, ഫ്രണ്ട്സിന്റെ ഇടയിലാണല്ലോ. അപ്പൊ എന്തായിരിക്കും, മിക്കവാറും ഈ 2 പേഴ്സൺസും എമോഷണലി അറ്റാച്ച്ഡ് ആണ്, അല്ലെ? ഈ എമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളപ്പോ നമ്മൾ എന്തിനാണ് ആ എമോഷണൽ നമ്മൾ തമ്മിൽ സ്പ്ലിറ്റ് ആവണത്, അല്ലെങ്കിൽ വി ഗെറ്റ് ഡിറ്റാച്ച്ഡ്. ആ ഡിറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എമോഷണൽ അറ്റാച്ച്മെന്റ് കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇവരിനെ ടോളറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് സെക്കൻഡ് റീസൺ ആണ് വൈ വി ടോളറേറ്റ് ടോക്സിക് ബിഹേവിയർ. പിന്നെ കൾച്ചറൽ കണ്ടീഷനിങ്ങിനാണ് മൂന്നാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കൾച്ചറൽ കണ്ടീഷനിങ്. എന്താണ് ഈ കൾച്ചറൽ കണ്ടീഷനിങ്? പലപ്പോഴും നമ്മൾ എസ്പെഷ്യലി ലേഡീസ് ഇൻ ഇന്ത്യ, മെനി ഫാമിലീസ് എന്തായിരിക്കും, നമ്മളുടെ അടുത്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം,
അല്ലെ? ഇങ്ങനത്തെ വേർഡ്സ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ടോക്സിക് ബിഹേവിയർ പേഴ്സൺസിനെ നേരിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. അതിനാണ് പറയുന്നത് കൾച്ചറൽ കണ്ടീഷനിങ്. നമ്മളെ ട്യൂൺ ചെയ്ത് എടുക്കുകയാണ്. കൾച്ചർ വന്നിട്ട് ഫാമിലീസിൽ വന്നിട്ട് നമ്മളെ ട്യൂൺ ചെയ്ത് എടുക്കുകയാണ്. അത് പലരും ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജെൻഡർ ഓൺലി, ഇറ്റ് ഈസ് കോമൺ. സോ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഈ കൾച്ചറൽ കണ്ടീഷനിങ് കാരണം നമ്മൾ ഇവരെ ടോളറേറ്റ് ചെയ്യും. പിന്നെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി അനദർ റീസൺ ആണ്. ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ബിക്കോസ് ആസ് ഫാർ ആസ് ഇന്ത്യ ഇസ് കൺസേൺ നമ്മൾ മിക്കവാറും കാണുന്നത് എസ്പെഷ്യലി വിമൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ദോ സം ഓഫ് ദി വിമൻ ഹാവ് ചേഞ്ച്, ഇൻഡിപെൻഡൻസ് വന്നാലും ഒരു മെജോറിറ്റി ക്രൗഡ് ഉണ്ട് ഇപ്പോഴും ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആണ്. പിന്നെ ഈ ടോക്സിക് ബിഹേവിയർ ഞാനും പേഴ്സണലി കുറെ ലേഡീസിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവര് സമ്പാദിക്കുന്നുണ്ട്. ആ സമ്പാദിച്ചിട്ട് ഞാൻ ചോദിച്ചു ഏത് എന്താ ചെയ്യുന്നത്? പൈസ ക്യാഷ് ആയിട്ടോ വാങ്ങണത്, അല്ല ബാങ്ക് ഇപ്പൊ QR കോഡൊക്കെ ഉള്ളത് കൊണ്ട് ഡയറക്ട്ലി ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലേ പോണത്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആണോ ഇത് എന്ന് ചോദിക്കുമ്പോ അവര് പറയും ഇല്ല മാഡം, ഇത് ഹസ്ബൻഡ് അക്കൗണ്ട് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തേ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലേ? പിന്നെ ഞാൻ പറയും ഗവൺമെന്റ്സ് ഒക്കെ സ്ത്രീകളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട്? പിന്നെ ഈ പൈസ ഒക്കെ ആരാണ് ചെലവ് ചെയ്യുക? എന്താണ് ചെലവ് ചെയ്യുന്നത്? നിങ്ങൾ അത് എടുക്കോ? ഇല്ല മാഡം, എല്ലാം ഹസ്ബൻഡ് എനിക്ക് തരും എന്നുള്ളത്. സോ ഈ രീതിയിലുള്ള പീപ്പിൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഇവരൊക്കെ ഫിനാൻഷ്യലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും they are dependent due to circumstances. സോ അങ്ങനെ വരുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി വരുമ്പോഴും ഈ ടോക്സിക് ബിഹേവിയർ ഉള്ള ഒരു ഇൻഡിവിജ്വലിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെയും അവിടെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ആൻഡ് നെക്സ്റ്റ് റീസൺ വൈ വി ടോളറേറ്റ് ഈസ് ഫിയർ ഓഫ് ലോൺലിനെസ്. ഒറ്റപ്പെടുത്തി പോകും, മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ഈ ലോൺലി ആവാൻ പേടിച്ചിട്ട് എന്തായിരിക്കും ഇവരെന്ത് പറഞ്ഞാലും നമ്മൾ സഹിച്ചിട്ട് മിണ്ടാതിരിക്കും. സോ അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ലോൺലിനെസ്സിനെ പേടിച്ചിട്ട് നമ്മൾ ഇതിനൊക്കെ സഹിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് പോയിന്റ് ഇസ് ലോ സെൽഫ് കോൺഫിഡൻസ്. നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആണ് എന്നുള്ളത് ഇവർ ഇവാലുവേറ്റ് ചെയ്യും. ഈ ടോക്സിക് പേഴ്സൺസ് വന്നിട്ട് മനസ്സിലാക്കും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കുറവാകുമ്പോൾ അവർ ആ കോൺഫിഡൻസ് ലെവലിന്റെ കുറവിന് അഡ്വാൻറ്റേജ് എടുത്തിട്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് റീസൺ? അവിടെ ലോ കോൺഫിഡൻസ് ആണ് റീസൺ. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് സാധാരണ സൊസൈറ്റിയിൽ കാണുന്നത് പറഞ്ഞാൽ, മിക്കവാറും നമ്മൾ എപ്പോഴും ഒരു മെൻ ഫോക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്തായിരിക്കും? മെൻ ഫോക്ക് ഒക്കെ എമോഷണലി ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളത് ജനറലി ഒരു അഭിപ്രായം ഉണ്ട്. ഓക്കെ, പക്ഷെ സംടൈംസ് യു സീ ഈസ് ഇപ്പോ ഞാനിപ്പോ എന്റെ ടോപ്പിക് എവിടെയും സ്ത്രീകളാണോ അല്ലെങ്കിൽ പുരുഷന്മാരാണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ടോക്സിക് ബിഹേവിയർ പീപ്പിൾ വിമെന്നും ആവാം മെന്നും ആവാം, അല്ലേ? അപ്പോ ഈ ഇങ്ങനത്തെ ലേഡീസ് വിത്ത് ടോക്സിക് ബിഹേവിയർ ഉള്ളപ്പോ എന്തായിരിക്കും? മെൻ എന്താണ് കാണിക്കാൻ ശ്രമിക്കുക? ദാറ്റ് ദേ ആർ വെരി വെരി എമോഷണലി സ്ട്രോങ് എന്ന് കാണിക്കും. ഇൻ റിയാലിറ്റി ദേ മേ നോട്ട് ബി എമോഷണലി സ്ട്രോങ്, ബട്ട് ദേ അവരുടെ എമോഷൻസിനെ ഈ മാതിരി ആൾക്കാരനെ നേരിടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? സപ്രസ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു സ്ട്രോങ് ആണെന്ന് കാണിക്കും. അതേ രീതിയിൽ നമ്മൾ വിമന്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ടോക്സിക് ബിഹേവിയർ ആയിട്ടുള്ള ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ, മെൻ ഫോക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പീസ്, ഇവിടെ ബഹളം ഉണ്ടാവാൻ പാടില്ല, സമാധാനത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവര് മിണ്ടാതിരിക്കും. സോ ഇപ്പൊ നോക്കുമ്പോ മെൻ ഫോക്കും പല കാരണങ്ങളുണ്ട്. വിമൻ ഓൾസോ വാട്ട് ദേ ഡു ഈസ് ദേ ബോത്ത് സഫർ സൈലന്റ്ലി. ഈ ടോക്സിക് ബിഹേവിയർ പീപ്പിളിനെ നമ്മൾ നേരിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് മെൻ ഫോക്ക് ആയാലും ശരി, വിമൻ, ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഇസ് ദ സിറ്റുവേഷൻ, നമ്മൾ സഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോണത് നമുക്ക് ഒരു 8 പവർഫുൾ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താ പറഞ്ഞാൽ, നമ്മൾ
നമ്മളെ ഒരു രീതിയിലും ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് വി ഷുഡ് ബി വെരി സ്ട്രോങ് ഇൻ സെറ്റിംഗ് അപ്പ് ബൗണ്ടറീസ്. ബൗണ്ടറി സെറ്റ് ചെയ്താലാണ് ഈ മാതിരി ടോക്സിക് പേഴ്സൺസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഈ പവർഫുൾ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് കണ്ടെത്തുക? അതിന് ഫസ്റ്റ് തിങ് നമ്മൾ കണ്ടത് റെക്കഗ്നൈസിങ് ദ പാറ്റേൺ. നമ്മളെ ലൈഫില് പലപ്പോഴും ഇപ്പൊ ബിഗിനിങ്ങിൽ പറഞ്ഞു, പക്ഷെ ചിലപ്പോ നമ്മളുടെ എസ്സിന് പറഞ്ഞ അവിടെ ചിലപ്പോ അതൊരു വൺ സ്ട്രേ ഇൻസിഡന്റ് ആയിരിക്കും, റെഗുലർ ആയിരിക്കില്ല. നമ്മളൊക്കെ അനുഭവിച്ചത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇൻസിഡന്റ് ഒക്കെ അനുഭവിച്ചിട്ടാണ്. സോ അങ്ങനത്തെ ഒരു പേഴ്സണാണ് നമ്മൾ ടോക്സിക് ബിഹേവിയർ പേഴ്സൺ പറയാൻ പറ്റില്ല. ബിക്കോസ് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ എമോഷണലി അപ്സെറ്റ് ആയിട്ടോ അങ്ങനെ ഒരു കാരണം കൊണ്ടായിരിക്കും ഒറ്റ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ടോക്സിക് ബിഹേവിയറിന് ലേബൽ ചെയ്യാൻ പറ്റില്ല. ഈ ടോക്സിക് ബിഹേവിയർ ആണെന്ന് പറയണം പറഞ്ഞാൽ റിപ്പീറ്റേഷൻ വേണം. റിപ്പീറ്റഡ്ലി ചെയ്യുന്നവരായിരിക്കും, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. സോ ആ പാറ്റേൺ എന്താണ് എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് നെക്സ്റ്റ് വരുന്നത് സ്ട്രെങ്തൻ സെൽഫ് വർത്ത്. ഇപ്പൊ ഞാനൊരു പോയിന്റ് പറഞ്ഞു, ലോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ ടോക്സിക് പേഴ്സൺസ് അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവര് ഡോമിനേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളുടെ സെൽഫ് വർത്തിനെ സ്ട്രെങ്തൻ ചെയ്യണം, പ്രത്യേകിച്ചിട്ട് ഈ ടോക്സിക് പേഴ്സൺസിന്റെ അറ്റാക്കിനെ നേരിടുന്ന രീതിയിൽ. അതേ രീതിയിൽ നമ്മളിനെ സംശയിക്കാൻ പാടില്ല. ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്, ബി കോൺഫിഡന്റ് ഓഫ് വാട്ട് യു ആർ സ്പീക്കിംഗ്. ഇതിലൊക്കെ നമുക്ക് കോൺഫിഡൻസ് വേണം. ഞാൻ സംസാരിക്കുന്ന ട്രൂത്ത് ആണ്, ഞാൻ റിയാലിറ്റി ആണ് സംസാരിക്കുന്നത്. ഇത് നമുക്ക് ഡൗട്ട്ഫുൾ ആണെങ്കിൽ നമ്മള് ഇങ്ങനത്തെ ടോക്സിക് പേഴ്സൺ ആണ് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അവര് അഡ്വാൻറ്റേജ് എടുക്കും. അതുകൊണ്ട് സ്ട്രെങ്തൻ സെൽഫ് വർത്ത് ആണ്. അതിനെ എന്ത് ചെയ്യണം? നമ്മളുടെ സ്ട്രെങ്സ് എന്തൊക്കെയാണ് അതൊക്കെ കണ്ടെത്തണം. ഇതാണ് എന്റെ സ്ട്രെങ്ത്. അതേ രീതിയിൽ നമ്മളുടെ ചില സ്കിൽസിന്റെ കുറവുണ്ടാവും, ആ സ്കിൽസിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പേഴ്സൺസിനെ നേരിടാൻ പറ്റും. അതേ രീതിയിൽ ബിൽഡ് സപ്പോർട്ടീവ് സർക്കിൾസ്. നമ്മളുടെ തോട്ട് പ്രോസസ്, നമ്മളുടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവര്, നമ്മളുടെ മനസ്സിലാക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഗ്രോ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും, ഇവര് നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോഴാണ് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി, അവരിനെ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ നമുക്കൊരു സപ്പോർട്ടീവ് സർക്കിൾ ഉണ്ടെങ്കിൽ ദേ വിൽ നോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. എപ്പോഴും വളരെ ഞാൻ എന്താ പറയണത് അത് ശരിയാണ് എന്നുള്ള രീതിയിൽ പറയണം. അതേ രീതിയിൽ ഇപ്പോ നമ്മളുടെ അടുത്ത് പറയാണ് നീ ഇന്ന രീതിയിൽ സംസാരിക്കണം, ആ രീതിയിൽ നമ്മൾ അവരിനെ കൺട്രോൾ എടുക്കാൻ സമ്മതിക്കാൻ പാടില്ല. ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്ന രീതിയിൽ സംസാരിക്കണം, ആ രീതിയിലൊക്കെ നമ്മൾ ഒരിക്കലും അവർക്ക് പെർമിഷൻ കൊടുക്കാതെ നോക്കണം. അവരിന് ഇന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, ഇതാണ് ഇതുവരെ നിങ്ങൾക്ക് വാട്ട് ടു സേ യു ഹാവ് ദി പവർ ടു കൺട്രോൾ മീ, ബിയോണ്ട് ദാറ്റ് യു കാൺ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യണം. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും നമ്മളുടെ ഇൻഫോർമേഷൻസ്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് വളരെ ഷോർട്ട് ആയിരിക്കണം. പിന്നെ കാം ആയിട്ട് പറയാ, റിയാക്ഷൻസ് പാടില്ല. റെസ്പോൺസ് ആയിട്ട് കാം ആയിട്ടും സ്റ്റേൺ ആയിട്ട് ഫേം ആയിട്ട് പറയണം. അല്ലെങ്കിൽ അത് പിന്നെയും ഡിസ്പ്യൂട്ട്സിലേക്ക് പോകും. അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ സ്റ്റോപ്പ് ഓവർ എക്സ്പ്ലെയിനിങ്. നെക്സ്റ്റ് തിങ്, നമ്മൾ പലപ്പോഴും അവരിങ്ങനെ നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് വലിയ കഥയായിട്ട് പറയാൻ തുടങ്ങും, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ പോയിന്റിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ അവിടെ തന്നെയാണ് നമ്മളുടെ വീക്ക്നെസ് കാണുന്നത്. നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണ്, ആ കറക്റ്റ് പോയിന്റിൽ പിടിച്ചു നിൽക്കണമെന്നല്ലാതെ അവർക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസ് കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് സ്റ്റോപ്പ് ഓവർ എക്സ്പ്ലെയിനിങ്. ഓക്കെ, ദെൻ ലിമിറ്റ് ആക്സസ്.
അവർക്ക് കൂടുതൽ ഫ്രീഡം കൊടുക്കരുത്. ഫ്രീഡം കൊടുക്കുമ്പോഴാണ് അവര് അഡ്വാൻറ്റേജ് എടുക്കുക. അതുകൊണ്ട് അവര് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഇല്ല. ഇങ്ങനത്തെ ആൾക്കാരനെ നമ്മളായിട്ട് ഇടപഴകുന്നതൊക്കെ ലിമിറ്റ് ചെയ്തിട്ട് വിതിൻ ലിമിറ്റ് അവരിനെ കീപ്പ് ചെയ്യുക. ഓക്കെ, അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് എല്ലാരും നമുക്ക് വേണം ആ രീതിയിൽ. നോട്ട് എവ്രി വൺ ഡിസേർവ്സ് യുവർ ടൈം, യുവർ എമോഷൻസ്, യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻ. ഇത് മൂന്നും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. എന്താണ് അത്? നമ്മളുടെ ടൈം ഈ മാതിരി ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണ്ട. അതേ രീതിയിൽ നമ്മളുടെ എമോഷൻസ് ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഡ്രെയിൻ ആയി പോവാണ്. അപ്പൊ എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്? അതും അവോയ്ഡ് ചെയ്യാം. പിന്നെ പേഴ്സണൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഇവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. പിന്നെ ഇവരായിട്ട് എമോഷണൽ ഡ്രാമയില് എൻഗേജ് ചെയ്യരുത്. ഡോണ്ട് അവര് ഇങ്ങനെ ഡ്രാമാസ് ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഡ്രാമാസിൽ നമ്മൾ ഇൻവോൾവ് ആവാതെ ഇരിക്കുക, സേഫ് ആയിട്ട് ഇരിക്കുക, അവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ദെൻ എപ്പോഴും ഇവരായിട്ട് സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻ വളരെ കെയർഫുള്ളി ആയിരിക്കണം നമ്മൾ മൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ ഡ്രെയിൻ ഔട്ട് ആയിട്ട് അത് എവിടേക്ക് എത്തും? ആർഗ്യുമെന്റിലേക്ക് എത്തും. സോ അത് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കും ഇവരായിട്ട് കോൺവെർസേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ വേറെവർ പോസിബിൾ ഏറ്റവും നല്ലൊരു സ്റ്റെപ്പാണ് ഇത്. ദറ്റ് ഈസ് ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ നേരിടാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വാക്ക് അവേ വെൻ എവർ നെസസറി. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് ദൂരം പോവാ. അതേ രീതിയിൽ നമുക്ക് ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൽ ഫ്രണ്ട്ഷിപ്പിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, വർക്ക് പ്ലേസിലും, ഇത് എല്ലാവിടെയും അപ്ലൈ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ അടുത്തിരുന്ന് നമ്മൾ ദൂരം പോകുന്നതായിരിക്കും നമുക്ക് പീസ്ഫുൾ ആണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇവരുടെ അടുത്ത് നിന്ന് നമ്മൾ മാറി നിന്നു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീക്ക്നെസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അത് അങ്ങനെയല്ല, അത് ശരിയല്ല. അതുകൊണ്ട് ബെറ്റർ ടു ബി ഫാർ അവേ ഫ്രം സച്ച് പീപ്പിൾ. ഇനി സൈക്കോളജിക്കലി ഇത് എന്താണ് ഇതിന്റെ ഇൻസൈറ്റ്? ഈ ടോക്സിക് ബിഹേവിയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? സൈക്കോളജിസ്റ്റ് പറയുന്നത് ഈ ടോക്സിക് പേഴ്സൺസ്ക്ക് വന്നിട്ട് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ദേ ആർ ഇൻസെക്യൂർ. അവര് എന്താ പറയാ, പേടിച്ചിട്ട് അല്ലെങ്കിൽ അവര് ലാക്ക് ഓഫ് സെക്യൂരിറ്റി കാരണം അവര് ഈ ടോക്സിക് ബിഹേവിയർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതേ രീതിയിൽ രണ്ടാമത്തെ റീസൺ വന്നിട്ട് ജലസിയാണ്. ബിക്കോസ് ഓഫ് ജലസി they adopt this characteristic of toxic behavior. Then another reason പറയുന്നത് need for control. അവര് അടുത്തുള്ള ആളിനെ കൺട്രോൾ ചെയ്യാനുള്ള പർപ്പസിനാണ്. പിന്നെ ഒരു റീസൺ പറയുന്നത് എമോഷണൽ ഇമ്മെച്യൂരിറ്റി ഉണ്ട്. ഈ ടോക്സിക് ബിഹേവിയർ ഉള്ള പേഴ്സൺസ്ക്ക് എമോഷണൽ ഇമ്മെച്യൂരിറ്റി ഉള്ളത് കാരണമാണ് അവർ ഈ ടോക്സിക് ബിഹേവിയറിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് someone's pain does not mean tolerating their harm. ചിലപ്പോൾ ഇപ്പൊ ഈ 5 ക്യാരക്ടർ റീസൺസ് നമ്മൾ പഠിച്ചില്ലേ, നമുക്ക് എന്തായിരിക്കും തോന്നുക? അയ്യോ വിഷമം തോന്നും. അവർക്ക് അവരുടെ പെയിൻ ഒക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? അവർ എന്ത് ചെയ്താലും നമ്മൾ സഹിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഈസ് നോട്ട് പ്രോപ്പർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെ റിലേറ്റഡ് ആയിട്ട് ലോ എന്താ പറയണത്? ഈ ടോക്സിക് ബിഹേവിയർ പേഴ്സൺസിനെ കുറിച്ചിട്ട് ലോ എന്താണ് പറയണത്? അതിനെ ഞാൻ ഒരു ഇൻസിഡന്റ് പറയാ. ദാറ്റ് ഈസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു ലേഡി, ഇത് റിയൽ എക്സാമ്പിൾ ആണ്, ബാംഗ്ലൂരിൽ ഉണ്ടായ ഒരു എക്സാമ്പിൾ ആണ്. അത് വന്നിട്ട് ഒരു ലേഡി ഒരു ഓഫീസിൽ ജോയിൻ ചെയ്തപ്പോ ആ സ്ത്രീയുടെ റിപ്പോർട്ടിംഗ് മാനേജർ വന്നിട്ട് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. ആ കുട്ടീനെ ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ തുടങ്ങി പറഞ്ഞാൽ അയാൾക്ക് ആ കുട്ടിയുടെ മീതെ കൺട്രോൾ കിട്ടിയില്ലേ? കൺട്രോൾ കിട്ടിയപ്പോ അയാൾ എന്താ ചെയ്യാൻ തുടങ്ങി? മീറ്റിംഗ്സിലൊക്കെ ആ കുട്ടീനെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. നിനക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങനെ കുറഞ്ഞപ്പോ എന്തായി പറഞ്ഞാൽ അവൾക്ക് ഫീൽ ആവാൻ തുടങ്ങി, അയ്യോ എനിക്ക് എബിലിറ്റി ഇല്ല,
ഞാൻ കാരണമാണ് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളാണ്. ആ രീതിയിൽ ആ റിപ്പോർട്ടിംഗ് മാനേജർ ആ കുട്ടീനെ ഫീൽ ചെയ്യിപ്പിച്ചു. ദെൻ ഷീ സ്റ്റാർട്ടഡ് ഡൗട്ടിങ് ഹെർ എബിലിറ്റി ഇറ്റ് സെൽഫ്. സോ അതുകൊണ്ട് എന്തായി പറഞ്ഞാൽ ഇപ്പൊ ഓഫ് ലേറ്റ് ആയിട്ട് ഈ മാതിരി വർക്ക് പ്ലേസിലൊക്കെ ഈ ടോക്സിക് ബിഹേവിയർ പോസിബിലിറ്റി കൂടിക്കൊണ്ട് വരുന്നത് കൊണ്ടാണ് ഈ ആക്ട്സ് വന്നിട്ടുണ്ട്, കമ്മിറ്റീസ് വന്നിട്ട് കമ്പനീസിൽ ഉണ്ടാവണമെന്നുള്ള രീതിയിൽ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ഹറാസ്മെന്റ്, എന്താണ് ഫിസിക്കൽ മിസ്കോണ്ടക്ട്സ്, അതേ രീതിയിൽ എമോഷണലും സൈക്കോളജിക്കൽ ഹറാസ്മെന്റ്സ് ഒക്കെ വർക്ക് പ്ലേസിൽ നടക്കുന്നത് കൊണ്ട് റൂൾസ് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, ഒരു എംപ്ലോയിയുടെ ഡിഗ്നിറ്റിയും സേഫ്റ്റിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടോക്സിക് ബിഹേവിയേഴ്സ് വർക്ക് പ്ലേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഗവൺമെന്റ് വന്നിട്ട് ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സുപ്രീം കോർട്ട് പോലും അതിന് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വന്നിരിക്കുന്നതാണ് ഒരു വർക്ക് പ്ലേസിൽ എംപ്ലോയിയുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഈ ടോക്സിക് ബിഹേവിയർ പേഴ്സൺസിന് നേരിടാൻ വേണ്ടിയിട്ട് എന്താണ് എംപ്ലോയീസിന്റെ റൈറ്റ്സ്. സേഫ് വർക്കിംഗ് എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എംപ്ലോയർ വന്നിട്ട് വർക്ക് എൻവയൺമെന്റ് സേഫ് ആണ് എന്നുള്ളത് സെറ്റ് ചെയ്തിരിക്കണം. അതേ രീതിയിൽ ഇൻസൾട്ട്, പ്രൊട്ടക്ഷൻ ഫ്രം ഹ്യൂമിലിയേഷൻ ഓർ ഇന്റിമിഡേഷൻസ്, ഇൻസൾട്ട് ചെയ്യുന്നതും അതേ രീതിയിൽ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് വേണ്ടാത്ത പറഞ്ഞിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ. പിന്നെ ജെൻഡർ ബേസ്ഡ് ഹറാസ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്റർണൽ കമ്മിറ്റീസ് ഫോം ചെയ്തിട്ട് കംപ്ലൈന്റ്സ് ഒക്കെ കേൾക്കാനുള്ള ഒരു സെറ്റപ്സ്. ദെൻ ഈ എമോഷണൽ ഹറാസ്മെന്റില് പിന്നെയും പബ്ലിക്ലി പല എംപ്ലോയീസിന്റെ ഇടയിൽ ഇൻസൾട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ കാണാം നീ നേരെ ജോലി ചെയ്തെങ്കിൽ നിന്റെ ജോബിൽ നിന്ന് പുറത്താക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു എന്ന് വരും. അതേ രീതിയിൽ അവരുടെ ക്യാരക്ടേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഈ ഹയർ അപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് what to say laws ഉണ്ട്. സോ സപ്പോസ് ഇത് കമ്പനിയിൽ തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നാഷണൽ കമ്മീഷൻസ് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് കംപ്ലൈന്റ്സ് കൊടുക്കാം. പിന്നെ ഈ ഇതിനായിട്ട് ഒരു നല്ലൊരു സ്റ്റോറി ഞാൻ പറയാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് വെള്ളം പിടിക്കാനായിട്ട് റിവറുടെ അടുത്തേക്ക് പോവാണ്. അത് വന്നിട്ട് 2 പോട്ട് ഒരു പോളില് തൂക്കിയിട്ട് പോവാണ്. തൂക്കിയിട്ട് പോകുമ്പോൾ ഒരു പോട്ട് നല്ല ഫുള്ളി നിറയ്ക്കാൻ പറ്റുന്ന പോട്ടും ഒരു പോട്ട് കുറച്ച് പൊട്ടലുണ്ടായിരുന്നു. പൊട്ടലുണ്ടായ ഒരു പോട്ട് ഈ സ്ത്രീ ഡെയിലി 2 പോട്ടും നിറച്ചിട്ട് പോകും. നിറച്ചിട്ട് പോകുമ്പോൾ ആ പൊട്ടിയ പോട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം ലീക്ക് ആയിക്കൊണ്ടേ പോവല്ലോ. ലീക്ക് ആയിക്കൊണ്ടേ പോകുമ്പോൾ ആ പോട്ടിന് ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്. അപ്പൊ ആ പൊട്ടിയ പോട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ആ സ്ത്രീയുടെ അടുത്ത് ചോദിക്കാണ്, എനിക്ക് വിഷമമുണ്ട്, നിങ്ങൾ എന്നെ ഇങ്ങനെ ഏറ്റിട്ട് പോവാണ്, പക്ഷെ അതിന്റെ ഈ ഒരു പോട്ടില് ഫുൾ വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഒരു പോട്ടില് പകുതിയും വെള്ളവും ലീക്ക് ഔട്ട് പോയല്ലേ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോ ആ സ്ത്രീ പറയാണ്, എനിക്ക് അറിയായിരുന്നു, ഞാൻ എന്ത് ചെയ്തു, ഈ പൊട്ടിയ ഭാഗത്ത് വെള്ളം ലീക്ക് ആവുമല്ലോ, അതിന്റെ ചോട്ടിലൊക്കെ ഞാൻ കുറെ ചെടികൾ വെച്ചു. ഇപ്പൊ നോക്ക് ആ ചെടിയിലൊക്കെ നിന്റെ വെള്ളം ലീക്ക് ആവുന്നതിന് നനഞ്ഞ് എത്ര നല്ല പൂ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോ അപ്പൊ എന്താണ് നിന്റെ വീക്ക്നെസ് എന്തായിരുന്നു, പൊട്ടലായിരുന്നു. അതേ രീതിയിൽ ഇതിനെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും വീക്ക്നെസ്സസ് ഉണ്ട്. ഈ വീക്ക്നെസ്സസിനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ മാതിരി ആരും നമ്മളെ കുറ്റം പറയില്ല, നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ടോക്സിക് ബിഹേവിയറിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളുടെ വീക്ക്നെസ്, എല്ലാവർക്കും വീക്ക്നെസ്സസ് ഉണ്ടാവും. ആ വീക്ക്നെസ്സസിൽ നിന്ന് എന്താണ് നല്ലത് അതിനെ ഡെവലപ്പ് ചെയ്ത് ഈ വീക്ക്നെസ്സസിനെ ഓവർകം ചെയ്യാനുള്ള ഗ്രോത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. ഇതിലിരുന്ന് ഞാൻ ഒരു
പീസ് മോഡൽ വെച്ചിട്ട് ഇന്നത്തെ ടോപ്പിക്കിലിരുന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് PEAC അക്രോണിം വെച്ചിട്ട്. P എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യണം. എന്താണ് ഈ ടോക്സിക് ബിഹേവിയർ പേഴ്സൺസിന്റെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുക. E എന്ന് പറയുന്നത് എമോഷണൽ കൺട്രോൾ ആണ്. ഈ ടോക്സിക് പേഴ്സൺസിന്റെ എപ്പോഴും എന്താ ചെയ്യും, നമ്മളുടെ എമോഷണലി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് അത് അലൗ ചെയ്യാൻ പാടില്ല. A പറയുന്നത് അസേർട്ട് ബൗണ്ടറീസ്. എന്തൊക്കെയാണ് അവർ ഏതുവരെ നമ്മളായിട്ട് ഇടപഴകാൻ പറ്റും ഇൻ എവറി വേ, വേർഡ്സ് ആൻഡ് ഹൗ ദേ കൺട്രോളേഴ്സ്, എല്ലാത്തിലും ഒരു ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുക. ഇങ്ങനത്തെ പേഴ്സൺസ് ആണ്. അതേ രീതിയിൽ C പറയുന്നത് ക്രിയേറ്റ് ഡിസ്റ്റൻസ്. ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പറ്റുന്ന ആസ് ഫാർ ആസ് പോസിബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. എംപവർ യുവർ സെൽഫ്. നമ്മളെ എംപവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മാതിരി ടോക്സിക് പേഴ്സൺസ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു കോട്ട് ഇപ്പം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യു കനോട്ട് ഹീൽ ഇൻ ദ സെയിം എൻവയൺമെന്റ് ആൻഡ് കീപ് ഹേർട്ടിങ് യു, വിച്ച് കീപ്സ് ഹേർട്ടിങ് യു. നമ്മൾ അവിടെ തന്നെ നമ്മളുടെ ഒരു ബാഡ് അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇരുന്നിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അത് പറ്റില്ല. അതുകൊണ്ട് എന്താണ്, നോട്ട് എവറി റിലേഷൻ നീഡ്സ് ടു ബി സേവ്ഡ്. ഈ ടോക്സിക് പേഴ്സൺസിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ സേവ് ചെയ്യണമെന്നില്ല. അതേ രീതിയിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് പലപ്പോഴും ഉണ്ടായിന്ന് വരും. ഈ ആർഗ്യുമെന്റ്സ് എല്ലായിടത്തും ജയിക്കണമെന്നുള്ള മൈൻഡ് സെറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ എന്താ വേണ്ടത്, നമുക്ക് മെന്റൽ പീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറ്റും അത് ചെയ്യുക. അതേ രീതിയിൽ സ്ട്രോങ് പീപ്പിൾ ആർ നോട്ട് ദോസ് ഹു ടോളറേറ്റ് എവറിത്തിങ്. എല്ലാം ടോളറേറ്റ് ചെയ്യുന്ന പേഴ്സൺ ആണ് സ്ട്രോങ് പേഴ്സൺ ആണെന്ന് വിചാരിക്കരുത്. അതേ രീതിയിൽ സ്ട്രോങ് പീപ്പിൾ ആർ ദോസ് ഹു ഡിസൈഡ് വാട്ട് ദേ വിൽ നോ ലോnger ടോളറേറ്റ്. ആരാണ് സ്ട്രോങ് പേഴ്സൺ? പലതും ടോളറേറ്റ് ചെയ്യില്ല എന്ന് എടുത്ത് പറയുന്നവരാണ് സ്ട്രോങ് പേഴ്സൺ ആണ്. ആൻഡ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ക്ലോട്ട് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. യുവർ ലൈഫ് ചേഞ്ചസ് ദ മൂമെന്റ് യു ഡിസൈഡ് that your self-respect is more important than someone else approval. എപ്പോഴും ഇതിലിരുന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സെൽഫ് റെസ്പെക്ട് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതിന് വിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരാളുടെ കീഴിൽ നിൽക്കരുത്. ആരും നമ്മളിനെ അപ്രൂവ് ചെയ്താലാണ് നമുക്ക് ഒരു വാലിഡിറ്റി കിട്ടുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പാടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടതാണ്. ഈ ടോക്സിക് പേഴ്സൺസിൽ നിന്ന് എങ്ങനെ നമ്മളിനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ ഹോപ്പ് ഈച്ച് വൺ ഓഫ് യു കുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് വിൽ ടേക്ക് പ്രോപ്പർ ഡിസിഷൻസ് ഇൻ അവർ ലൈഫ്. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചന്ദ്ര മാം. താങ്ക് യു. ശരിക്കും എല്ലാവരും ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ? ഓരോരുത്തരുടെ ജീവിതത്തിലും വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് നമ്മൾ തന്നെ ആലോചിക്കേണ്ടതാണ്. നമ്മൾ മാറണം, എങ്ങനെ മാറണം എന്നുള്ളത്. ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഗുഡ് ഈവനിങ് ചന്ദ്ര മാം. ഇതൊരു ഫീഡ്ബാക്ക് അങ്ങനത്തെ ഒന്നുമല്ല, ഡാഡ് ഓൺ ഒന്നുമല്ല. പക്ഷെ ചന്ദ്ര മാം നല്ല ഫ്ലുവന്റ് ആയിട്ട്, എത്ര നീറ്റ് ആയിട്ട്, എന്ത് ഭംഗിയായിട്ടാണ് ക്ലാസ് എടുത്തത്. ഭയങ്കര ആ ഒരു പേടിയൊക്കെ പോയി, ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ആഡ് ഓൺ ചെയ്യാനൊന്നുമില്ല, കാരണം എല്ലാം മാം നന്നായി കവർ ചെയ്തു, എല്ലാം നന്നായി പറഞ്ഞു തന്നു. അതുകൊണ്ട് ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് I could do. Thank you very much. Thank you, ma'am. Thank you. ചന്ദ്ര മാം, ഈ ആഡ് ഓൺ ചെയ്യാൻ ഒന്നുമില്ല, കാരണം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഭംഗിയായിട്ട്. ആ ഒരു സെഷൻ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. എന്തൊക്കെയാണ് ടോക്സിക് പേഴ്സൺസിന്റെ സ്വഭാവം എന്നും നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, അതിന് നമ്മളെന്ത് പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിക്കണമെന്ന്, അതിന്റെ സൈക്കോളജിക്കൽ കാര്യം എന്താണ്, അതിന്റെ ലോ പോയിന്റ് എന്താണ്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആഡ് ഓൺ ചെയ്യാനൊന്നുമില്ല. എന്തായാലും കണ്ടന്റ് വളരെ റിച്ച് ആയിരുന്നു. പറയാനോട് നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പൊ പേടിയോ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടാ. അങ്ങനെ പേടിയോ എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചു നല്ല ബോൾഡ് പേഴ്സൺ ആണ് അല്ലേ? അങ്ങനെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു അംബിക മാം. ഗുഡ് ഈവനിങ് മാം. വളരെ നന്നായിരുന്നു. ടോപ്പിക് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഷീൽഡിങ് യുവർ പീസ്. മനസ്സമാധാനമാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്തും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും. അപ്പോൾ ഇത് വളരെ നന്നായിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ടോക്സിക് പീപ്പിളിനെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. വളരെയേറെ ടോക്സിക് പീപ്പിളിനെ നമ്മുടെ ജോലി സ്ഥലത്തും ചുറ്റുപാടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. മാഡം വളരെ നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ആരാണ് ടോക്സിക് പീപ്പിള്, അവരുടെ സിംറ്റംസ് എന്താണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സെൽഫ് റെസ്പെക്ട് എങ്ങനെ കാക്കണം, ഇതൊക്കെ പറഞ്ഞു തന്നു. വളരെ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മാമിന്റെ പേര് മാൻസി ആണ് തോന്നുന്നു അല്ലേ മാം? മാൻസി ജോയ്. മാൻസി. താങ്ക് യു മാൻസി മാം. താങ്ക് യു മാൻസി. ഓക്കെ, ഐ തിങ്ക് ബാക്കി എല്ലാവരും ബിസിയാണ്. ആരുടെയും റെസ്പോൺസ് ഒന്നും വേറെ കാണാനില്ല. എല്ലാവരും പെരുന്നാളിന്റെ ഭാഗമായിട്ട് എല്ലാവരും പോയിന്ന് തോന്നുന്നു. തിരക്കായിരിക്കും. അതെ അതെ. ചന്ദ്ര മാം പറഞ്ഞ മാതിരി തന്നെ ഈ പറഞ്ഞ ടോപ്പിക്കിലൊന്നും നമുക്ക് ആഡ് ഓൺ ചെയ്യാനില്ല. കാരണം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് എല്ലാ പോയിന്റ്സും നല്ല ക്ലാരിറ്റിയോടെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ഈ ഒരു വിഷയത്തിൽ ആഡ് ഓണിന് പകരം ഈ ഒരു വിഷയം നമ്മൾ ചിന്തിപ്പിക്കാനുള്ളൊരു വിഷയമാണ്. ആരെങ്കിലുമൊക്കെ ഇപ്പോഴും ഇത്തരത്തിൽ ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ടും പോട്ടെ സാരില്ല, അല്ലെങ്കിൽ ശരിയാവും എന്നുള്ളൊരു തോന്നലിലൊക്കെ പുൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ, അവരുടെ ജീവിതം പുൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു റീതിങ്കിങ്ങിനുള്ള ഒരു സെഷൻ തന്നെയാണ് ഇത്. വീണ്ടും ചിന്തിക്കാനും എങ്ങനെയാണ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഓർ ടു ക്രിയേറ്റ് ദാറ്റ് ബൗണ്ടറി. ബൗണ്ടറി വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ആ റിലേഷൻ കളയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനും നമ്മുടെ ഗ്രോത്തിനും ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ പേഴ്സൺ, നമ്മുടെ ഒരു എക്സിസ്റ്റൻസിനും കൂടി വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു മൂവ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു ടോപ്പിക് ഷീൽഡിങ് ദ പീസിലൂടെ മാം പറഞ്ഞു തന്നു. ഈവൻ ആ ഒരു ടോപ്പിക് ഷീൽഡിങ് ദ പീസ് കണ്ടപ്പം ഐ വാസ് ഇങ്ങനെ ഒരു ഏരിയയിലേക്കാണ് കവർ ചെയ്ത് വരിക എന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. സോ അത് ശരിക്കും ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. ഏത് പീസിലേക്കാണ്? സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. എനിക്ക് കൂടുതൽ ഇത് ഈ വിസ്മയുടെ കേസില്ലേ, അത് കണക്ട് ചെയ്തു ഞാൻ. ബിക്കോസ് ഇത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ഒരു പെൺകുട്ടി ഒരു ടോക്സിക് ബിഹേവിയർ ഒരു പേഴ്സൺ ആണ്. അവള് ഇത്രയും ഷീ ഡി നോട്ട് ഹാവ് ദറ്റ് ഗട്ട്സ്. അയാള് ഹൈലി ക്വാളിഫൈഡ് ആണ്, ഹാൻഡ്സം ആയിരുന്നു. അതില് ആ കുട്ടി എവിടെയോ ഞാൻ ആ കേസ് വായിക്കുമ്പോ എനിക്ക് ഫീൽ ആയി. അപ്പൊ അത് ഓർത്തിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വന്നിട്ട് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ടോക്സിക് ബിഹേവിയറുടെ കീഴിൽ നിൽക്കുന്ന പകരം ഞാൻ ഒരു ഇൻഡിവിജ്വൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗട്ട്സ് വേണമെന്നുള്ളത് ഇന്ന് ഈ കേസ് സ്റ്റഡി ചെയ്യുമ്പോഴും ഈ ടോപ്പിക് സ്റ്റഡി ചെയ്യുമ്പോഴും ഞാൻ വിസ്മയുടെ കേസ് ഒന്ന് പക്ഷേ ഇറ്റ്സ് എ വെരി ബിഗ് കേസ്. ഹസ്ബൻഡിനെ ശിക്ഷിച്ചു, ബട്ട് വി ലോസ്റ്റ് വൺ ബ്രൈറ്റ് ഗേൾ. അത് വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ പെൺകുട്ടികള് ഈ ടോക്സിക് ബിഹേവിയറുടെ ഇടയിൽ പെടാൻ പാടില്ല. അതിന് പിന്നെ നമ്മുടെ പാരന്റ്സ് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ അതൊരു റീസൺ ആണല്ലോ. പെൺകുട്ടികളോട് അഡ്ജസ്റ്റ് ചെയ്തു പോ എന്ന് പറയുമ്പോ ആ കുട്ടികൾ അത് സഫർ ചെയ്യുന്നുണ്ടാകും. എന്നാലും നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ കുട്ടികൾക്ക്? പെൺകുട്ടികൾക്ക് ഗട്ട്സും വേണം. ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. എന്തിനാ പഠിപ്പിക്കുന്നത് പേരൻസ്? അവർക്ക് പല കാരണങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ഈ സൂയിസൈഡ് അല്ല, ആക്ച്വലി ഷി വാസ് ഒരു മർഡറുടെ ഒരു ഫോം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞിട്ട് ഇനിയുള്ള തലമുറകളെങ്കിലും ഇതിൽ നിന്ന് മാറാൻ സാധിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളും കൊണ്ട് മരണപ്പെട്ടാലും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു കാരണത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വേർ ഇസ് ദ വാല്യൂ ഓഫ് ദറ്റ് എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. വാട്ട് വാസ് ദ പേർപ്പസ് എന്നുള്ളത് തോന്നിപ്പോവും. അപ്പൊ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവട്ടെ. അപ്പൊ വളരെ നല്ലൊരു ക്ലാസ് തന്നതിന് ചന്ദ്ര മാമിനും അതുപോലെ തന്നെ മാമിന് നല്ലൊരു ഇൻട്രോ തന്ന ഹസീന മാമിനും ഒരുപാട് നന്ദി. ഒപ്പം തന്നെ ഇത്രയും നേരം ഈ തിരക്കിന്റെ ഇടയിലും ഇവിടെ വന്ന് ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്ത മറ്റെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ബുധനാഴ്ച വീണ്ടും കാണാം കേട്ടോ.
അപ്പൊ ഓക്കെ ദെൻ ബൈ, ഗുഡ് നൈറ്റ്. Thank you. Good night. Bye. Bye. Thank you. Thank you. all. Good night all. Good Thank night. you.